ചാലക്കുടി നഗരസഭയിൽ കേരള സർക്കാർ കൊടുക്കുന്ന വിധവകൾക്ക് കൊടുക്കുന്ന പെൻഷൻ 400 പേർക്ക് നഷ്ടപ്പെടുത്തിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചാലക്കുടി നഗരസഭ. കാരണം പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും 60 വയസ്സ് വരെ സ്ത്രീകൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ചാലക്കുടി നഗരസഭയിൽ കൊടുക്കണം. അത് ചാലക്കുടി നഗരസഭ അപ്ലോഡ് ചെയ്ത് സർക്കാരിലേക്ക് അയക്കണം. ആ ഒരു പണിയാണ് ചാലക്കുടി നഗരസഭ ചെയ്യേണ്ടത്. അത് 400ഓളം 333 വിധവകളുടെയും 60 അവിവാഹിതരുടെയും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യാത്തതിന് പരമായിട്ട് വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാനായിട്ട് കേരള സർക്കാർ കൊടുത്ത 1600 രൂപ ഈ 400 പേർക്ക് ചാലക്കുടി നഗരസഭയുടെ വീഴ്ച മൂലം നഷ്ടപ്പെട്ടു പോയി. അത് ഞങ്ങൾ ഇതുപോലെ തന്നെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഏറ്റുവന്നു വന്നപ്പോൾ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചാലക്കുടി നഗരസഭ ചെയർമാൻ നൈസായിട്ട് പറ്റിക്കാനായിട്ട് വീണ്ടും വന്നിക്കണം. അത് അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 25 കൊല്ലം ഉണ്ടാവും കൗൺസിലറായിട്ട്. ഇവിടെ ഉദ്യോഗസ്ഥരും പല മേഖലയിലുള്ള ആൾക്കാർക്ക് അറിയാം. തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് നൽകും ഈ 400 പേരുടെ പെൻഷൻ. എന്നിട്ട് സർക്കാർ തരുമ്പോൾ തിരിച്ച് തനത് ഫണ്ടിലേക്ക് അടയ്ക്കും. അത് വിവരമുള്ളവർ കേട്ടപ്പോൾ ഉള്ളവരൊക്കെ ചിരിച്ചു. ഇതെന്താ ശുഭം ഇങ്ങനെ ചെയ്യണേന്ന് പലരും വിളിച്ചു ചോദിച്ചു. അപ്പോൾ അത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതില പറഞ്ഞത്. കാരണം ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാനോ മറ്റ് സർക്കാർ അനുവാദം തരില്ല എന്നും ഇത് വീഴ്ച നഗരസഭയുടെ ഗുരുതരമായ വീഴ്ചയാണ്. അദ്ദേഹം പറഞ്ഞത് ചെറിയ വീഴ്ച പറ്റിയെന്ന, ചെറിയൊരു വീഴ്ചയല്ല. നവംബർ 31 മാസം തീർക്കേണ്ട മസ്റ്ററിങ് ഡിസംബറായിട്ടും തീർത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടും സമയം കൊടുത്തു. ഏകദേശം 3-4 മാസം സമയം കിട്ടിയിട്ട് പോലും ചെയ്യാത്തത് ചെയർമാൻ പറഞ്ഞത് 3 സെക്രട്ടറിമാർ മാറി വന്നു. ചാലക്കുടി നഗരസഭ എന്നല്ല, നഗരസഭയിൽ ഭരിക്കുന്ന സെക്രട്ടറിമാരെ. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. ചെയർമാൻ എന്തിനോട് ഇരിക്കണേ? ഇവിടെ സെക്രട്ടറിമാർ മാത്രമല്ല 3 ചെയർമാന്മാരും മാറി. ഒന്ന് ഹൈടെക് ചെയർമാൻ, രണ്ടാമത്തെ ആരിസ് ഷിബു, മൂന്നാമത്തേത് ഷിബു ആലപ്പം വന്നാണ്. അങ്ങനെ 3 ചെയർമാന്മാരും വന്നു. ഈ 3 ചെയർമാന്മാർക്കും അറിയായിരുന്നു ഇത് അറ്റൻഡറിൽ ചെയ്തിട്ടില്ല എന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നും അറിയായിരുന്നു. ഇവർ സെക്രട്ടറിമാരായിട്ട് മാറി വരുന്ന സെക്രട്ടറിമാര് അവരുടെ ലോക്ക് തുറക്കാനുള്ള കോഡ് കൊടുക്കണം, ആ സിസ്റ്റം ഒക്കെ ചെയ്യണം. അത് ആരും ചെയ്തില്ല. ഇവരണ്ട് പറയാനും പോയില്ല. ഇവരെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിട്ട് പോലും ഇവരത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയില്ല. ഇത് ഞങ്ങൾ പ്രതിഷേധമായിട്ട് വന്നപ്പോഴാണ് ഇവര് വേഗം തനത് ഫണ്ടിൽ നിന്ന് തുറക്കും. തനത് ഫണ്ടിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പാവപ്പെട്ട വിധവകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ സർക്കാരിൽ നിന്ന് തീരുമാനം വന്നാൽ തൽക്കാലത്തേക്ക് അത് നിങ്ങളുടെ തീരുമാനം മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അപ്പൊ പോയി പറയുന്നത് പ്രതിഷേധം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇത് സർക്കാർ അറിഞ്ഞു, സർക്കാർ അതിനെ തടസ്സപ്പെടുത്തിയെന്ന്. ഇത് സർക്കാരിന്റെ ഇവരുടെ കുറ്റം. ഇവർ ഒരു കാര്യം പോലും ഇവിടെ ചെയ്തില്ല. അധികാരങ്ങൾ കൈമാറാതല്ലാതെ ഇപ്പൊ 3 ചെയർമാൻ മാറി, 4 വികസന ചെയർമാൻ മാറി, ബാക്കി എല്ലാം 3 വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇവിടെ സ്ഥലത്തും ഇല്ല. അപ്പൊ ഇവർക്ക് അധികാര കസേരയിൽ ഇരിക്കുക, അത് വിലയിട്ട് മേടിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം പോലും ചാലക്കുടി നഗരസഭ ഈ 4.5 വർഷമായിട്ട് ചെയ്തിട്ടില്ല. ഈ 4.5 വർഷമായിട്ട് ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഇവര് തല്ലുകൂടി കാര്യങ്ങൾ കഴിച്ച് നീക്കല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പൊ ഈ തനത് ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും സർക്കാരിന്റെ തലയിലും പാവപ്പെട്ട ഞങ്ങളുടെ തലയിലും വെച്ചെന്നിരിക്കുക. ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം. പാവപ്പെട്ട ഞങ്ങൾ പമ്പയിലും പല സ്ഥലങ്ങളിലും കടകളിലൊക്കെ ചെല്ലുമ്പോൾ പാവപ്പെട്ട സ്ത്രീകള് ചോദിക്കണത് ആ പെൻഷൻ കിട്ടുമെന്ന് ചോദിക്കണേ. ആ കിട്ടണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓണറേറിയത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓണറേറിയം തരാം, ഉദ്യോഗസ്ഥരും മേടിക്കണം. ഉദ്യോഗസ്ഥരെ മേടിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ നിന്ന് മേടിക്കണം. എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഒരു മാസത്തിന് ഞങ്ങളുടെ ഓണറേറിയം ഉദ്യോഗസ്ഥരും കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം 5.5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ താഴെ വരുള്ളൂ. അത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ തനത് ഫണ്ടിൽ നിന്ന് ഇദ്ദേഹം വിചാരിച്ചത് സർക്കാരിൽ നിന്ന് 15 ദിവസത്തിനുള്ളിൽ മറുപടി വന്നില്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാം, ഡീംഡോ. അപ്പൊ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നേ. അപ്പൊ എടുത്ത് കൊടുത്താലും പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുമ്പോൾ ആരതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഉദ്യോഗസ്ഥര് സെക്രട്ടറി വിയോജിപ്പ് കൊടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥരാരും പെടില്ല. അപ്പൊ പെടുന്ന കൗൺസിലേഴ്സ്, ഈ കൗൺസിലേഴ്സിനെ നിന്ന് പിരിക്കാൻ പറഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വരും. കൗൺസിലേഴ്സ് പൈസ കൊടുക്കണം. ആ നിലപാട് വരിക. അതിന് മുന്നേ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ശിവാലപ്പന് പറ്റിയ വീഴ്ച ഞങ്ങളും കൂടി അതിൽ പെടണ്, ഞങ്ങളും തരാൻ തയ്യാറാണ്. അതിലേക്ക് വരാനായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഇതുണ്ട്. ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഇദ്ദേഹം നല്ല മനുഷ്യരായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറ്റിയുന്നത്. ഈ ആശാവർക്കന്മാർക്ക് ഇത് കൊടുക്കാന്ന് പറയുന്നത്, ഇത് ഓണറേറിയം ഒരു വർഷം 25,000 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യം. അതും തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാന്ന് പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ ഇയാൾ പറയുന്നത് തനത് ഫണ്ടിൽ നിന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ ഓർഡർ വേണം. സർക്കാർ ഇന്നവരെ ഒരു സ്ഥലത്തും LDF UDF ഭരിച്ചപ്പോ അല്ലെങ്കിൽ കേരളം ഭരിക്കുമ്പോൾ UDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുന്ന സ്ഥലത്തും കൊടുത്തിട്ടില്ല.
ഇവിടെ ഒരു വണ്ടി മേടിച്ചു. വണ്ടി മേടിക്കുന്നത് ഇവിടെ ലോൺ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സമയത്താണ്. അത് ആദ്യത്തെ ചെയർമാൻ വിയോ പൈലപ്പം വരും. അദ്ദേഹം എപ്പോൾ വന്നാലും അദ്ദേഹത്തിന് പുതിയ വണ്ടിയിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പുതിയ വണ്ടിയിൽ സഞ്ചരിക്കാനായിട്ട് 10-23 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു. ആ വണ്ടി മേടിക്കുന്നതിലും സാങ്ഷൻ വേണം, കിട്ടിയില്ല. 15 ദിവസം കഴിഞ്ഞു, സർക്കാരിൽ നിന്ന് മറുപടി വരാനായപ്പോൾ DMD ഇദ്ദേഹം വേഗം പോയിട്ട് കൗൺസിൽ തീരുമാനം മുൻകൂർ സർക്കാരിന്റെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ വണ്ടി മേടിച്ചു. ഇപ്പത് അതിന് 30ഓളം കൗൺസിലർമാർക്ക്, ഞങ്ങൾ വിയോജിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 30ഓളം കൗൺസിലർമാർക്ക് നോട്ടീസ് വരാനിരിക്കുകയാണ്, അടയ്ക്കാനായിട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രശ്നം വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീഴ്ച എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ കസേരയിൽ ഇരുന്നിട്ട് പാവപ്പെട്ട വിധവകളെയും അവിവാഹിതരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ചെയർമാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ ഇനി തിരുത്തണം. ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു. മുന്നത്തെ രണ്ടുപേരെയും ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അവരെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ യാത്ര. ഇപ്പോൾ വിധവകൾക്കുള്ള പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്ര 40 വയസ്സ് തുടങ്ങി 79 വയസ്സ് വരെ 300 രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ട്. ബാക്കി വരുന്ന 1300 രൂപയോളം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ ഈ പെൻഷൻ സർക്കാരിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ചാലക്കുടി നഗരസഭയിൽ തിരിച്ചു വെക്കാം എന്നുള്ളൊരു സംവിധാനം എങ്ങനെ നടപ്പിലാവാന്ന് 25 വർഷം കൗൺസിലറായ ഈ ചെയർമാൻ അറിയില്ലേ? അതായത് ഒരു മുടങ്ങിപ്പോയ പെൻഷൻ കിട്ടേണ്ട കാര്യം ഇന്ന് വരെ ഞാൻ പല നഗരസഭകളിലും വിളിച്ചു ചോദിച്ചപ്പോൾ 1, 2, 3 പേരൊക്കെ അവർക്ക് പല പ്രാവശ്യങ്ങളൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ 400 പേര് ഒരു നഗരസഭയിലും പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചാൽ ഇന്നവരെ അങ്ങനെ വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ജനങ്ങളെ പറ്റിക്കാവുന്ന രീതിയിലേക്കാണ് ഈ ചെയർമാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയർമാൻ ഇപ്പൊ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ലീഗലായിട്ട് ഉപദേശം നേടിയതിനു ശേഷം കോടതിയിലേക്ക് കേസിന് പോകുന്നു പറഞ്ഞു. കോടതിയിൽ കേസിനൊക്കെ പൊക്കോ, നല്ലൊരു കാര്യമാണ്. കേസിന് വേണ്ടി ചാലക്കുടി നഗരസഭയിൽ നിന്ന് 10 പൈസ എടുത്തിട്ട് പോകാൻ പറ്റില്ല. സ്വന്തം കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ചെയ്യുന്നോ കാശ് എടുത്തിട്ട് പോകുന്നത് നല്ലൊരു കാര്യമാണ്. അവനെ അതിന് വേണ്ടി ഞങ്ങളും വേണമെങ്കിൽ സഹായിക്കാം. ഇവരെ വീഴ്ച എന്ന് പറയുന്നതിന് ഗുരുതരമായ വീഴ്ച, അറിഞ്ഞുകൊണ്ട് ചെയ്ത വീഴ്ചയാണ്, അറിയാണ്ടല്ല, അറിഞ്ഞുകൊണ്ടുണ്ടായ വീഴ്ചയാണ്. അറിഞ്ഞുകൊണ്ടിന്റെ വീഴ്ച മറ്റുള്ള ആളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. അതായത് ഇവിടെ ആകെ 8 പേരെ പ്രതിപക്ഷത്തുള്ളൂ. 8 പേര് പ്രതിപക്ഷം കാരണം ഞങ്ങൾക്ക് സർക്കാർ തരാഞ്ഞിരുന്നു. ഇപ്പൊ സർക്കാർ തരാണ്ട് ഇപ്പൊ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാനും ഇത് ഞങ്ങൾ മുന്നേ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനും ഞങ്ങൾ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഞങ്ങളുടെ തലയിലും കെട്ടിവെക്കാനുള്ള പുറപ്പാടാണ് ഇപ്പൊ ചെയർമാൻ ചെയ്യുന്നത്. സൽപ്പേരി രാമൻകുട്ടി ആയ ചെയർമാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചാലക്കുടി നഗരസഭയിലെ ഒരു വിഷയമാണ് 400ഓളം വിധവകൾക്ക് പെൻഷൻ ലഭിച്ചില്ല എന്ന വാർത്ത. 2500ഓളം വിധവകളും അഗതികളുമായിട്ടുള്ളവർക്കാണ് ചാലക്കുടി നഗരസഭയിൽ നിന്ന് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ 400 പേർക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് ചാലക്കുടി നഗരസഭയുടെ ചെയർമാൻ തന്നെ നമ്മുടെ കൗൺസിൽ ഹാളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി ചോദിച്ചപ്പോൾ വളരെ തമാശയോട് കൂടിയായിരുന്നു അന്ന് ചെയർമാൻ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം കേട്ട ഒരു കാഴ്ചയായിരുന്നു. ഞാനത് ഈ വിഷയമായി സംസാരിച്ചപ്പോൾ എന്നെ കളിയാക്കാണ് ചെയ്തത്. ഞങ്ങളത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്, എങ്ങനെ കൊടുക്കുമെന്ന് നമ്മളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനുള്ള വഴികളുണ്ട്, ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കാൻ നമുക്കറിയാം, ചാലക്കുടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും എന്ന് പറയുമ്പോൾ അതിന് വിയോജിപ്പ് കൃത്യമായിട്ട് പിറ്റേ ദിവസത്തെ കൗൺസിൽ വിളിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അജണ്ട ഞങ്ങൾക്ക് തന്നുകൊണ്ട് തന്നെ സെക്രട്ടറി അറിയിക്കേണ്ടായിരുന്നു അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ കൃത്യമായി അതിന്റെ നിലപാടുകളുമായി ഇതൊക്കെ തന്നെ നടക്കുള്ളൂ എന്ന് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞത് നമ്മുടെ ഓണറേറിയം എടുത്തുകൊണ്ട് നമുക്ക് ആ പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കാം, അവർക്ക് വേണ്ട പെൻഷൻ കൊടുക്കാം. വിഷു കൈനീട്ടം കിട്ടുന്ന പോലെ കിട്ടുന്ന ആ പൈസ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് വിധവകളും അഗതികളുമായിട്ടുള്ള സ്ത്രീകൾ ഇരുന്നിരുന്നു. അവരെന്നെ വിളിച്ചു, ഒരു 30-35 വയസ്സായ ഒരു വിധവയായ സ്ത്രീ എന്നെ വിളിച്ചിട്ട് കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ പൈസ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്, പക്ഷെ അത് കിട്ടാൻ ഒരു വഴിയില്ല അല്ലേ എന്ന് ചോദിച്ചു. കിട്ടാൻ വഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ചെയർമാൻ വളരെ തമാശ കേൾക്കുന്ന ഒരു ഭാഗത്തില് വളരെ ചിരിച്ചുകൊണ്ട് അതൊക്കെ കിട്ടും, അത് കൊടുക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ, ഇപ്പൊ എന്തായി, ഇപ്പൊ സർക്കാരിൽ നിന്ന് കത്ത് വന്നിരിക്കുന്നതാണ്, ഇപ്പൊ തൽക്കാലം അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്കറിയുന്നത്. അതിന്റെ കുറ്റവും പ്രതിപക്ഷത്തിന്. എന്ത് ചെയ്താലും കുറ്റമൊക്കെ പ്രതിപക്ഷത്തിലാണ്. ഭരിക്കുന്നവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലല്ലോ. ഡിസംബർ മാസം തുടങ്ങി ഇവിടെ ഫെബ്രുവരി മാർച്ച് വരെ 3 ചെയർമാന്മാർ മാറി മാറി വന്നു. മുന്നുണ്ടായിരുന്ന ചെയർമാനായാലും അപ്പിരുന്ന ചെയർമാനായാലും ആക്ടിംഗ് ചെയർമാനായിട്ടിരുന്നവർക്കായാലും ഇതിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു, കൗൺസിലേഴ്സിനും ഉണ്ടായിരുന്നു. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളുടെ അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ വിഷയങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കുത്തിവിലോപം നടത്തുന്ന പോലെ തോന്നിയാൽ അവരെ നമുക്ക് കൃത്യമായിട്ട് അതിൽ ഇടപെടാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് മാറ്റി അത് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ യാതൊരു കുറവുമില്ല. ഈ ഭരണ സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥരുടെ കുറവുമില്ല. പക്ഷെ ഇവിടെ അതിന് നടത്തിക്കാനുള്ള ആളുകളില്ല. ഇതിന് നേതൃത്വത്തിലിരിക്കുന്നവർക്ക് അതിന് സമയമില്ല. അവർക്കൊക്കെ കസേരകളിയാണ് എപ്പോഴും. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനും കുറ്റം ഓരോരുത്തരെ കൂറ് നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് പേര് സെറ്റായി നിന്നുകൊണ്ടുള്ള പരിപാടികളാണ്. അവിടെ കസേര കളിക്കാൻ നേരമുള്ളൂ. അതിന് പറ്റിയൊരു പറ്റാണ്. പക്ഷെ അതിന്റെ കുറ്റം നമ്മളിലേക്ക് അടിച്ചമർത്താനായിട്ട് പ്രതിപക്ഷത്തിന്റെ മേലെ ആരോപിക്കുകയാണ്. അപ്പൊ പ്രതിപക്ഷമാണ് അവർക്ക് പൈസ കൊടുക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കും. ഒരു പ്രതിപക്ഷം എന്തിനുള്ളതാണ്? ഒരു ഭരണ സംവിധാനത്തിലുണ്ടാകുന്ന പാകപ്പിഴയെ കുറിച്ച് പ്രതിപക്ഷം പറയില്ലേ?
കൃത്യമായിട്ട് ഈ ചാലക്കുടിയിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും വിചാരം ഏറ്റവും പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു ചെയർമാനാണ് വന്നിരിക്കുന്നത്. ആൾ ഒരു തെറ്റും ചെയ്യില്ല. ഒരു തെറ്റും ചെയ്യാനായിട്ട് ആൾക്ക് സാധിക്കില്ല. പാവപ്പെട്ടവരെ സഹായിക്കുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതാണോ ഇതെങ്ങനെയാണോ ഭരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ടാണ് ഇന്ന് ആ പാവപ്പെട്ട സ്ത്രീകളുടെ പെൻഷൻ മുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം. അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്കും ഈ ചാലക്കുടിയിലെ ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാകും. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങളോട് വെറുതെ നുണകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും പറഞ്ഞു, നമ്മൾ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ അവർ പണി തുടങ്ങുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രസമ്മേളനം വിളിച്ചു. അതിനുശേഷം ഇപ്പൊ യാതൊരു നടപടികളും എടുക്കാതെ തന്നെ പണി നടത്താണ്. ഒരു നടപടികളും എടുത്തിട്ടില്ല. പണികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നഗരസഭയുടെ അവസ്ഥ. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നത്. അവനവന് പറ്റിയ തെറ്റിന് ആർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാണില്ല. അതൊന്ന് വ്യക്തമാക്കി തരേണ്ടതാണ്. കേസ് കൊടുക്കുമെന്ന് പത്രക്കാരോട് പറഞ്ഞ് ഞാൻ അയച്ചു. പക്ഷെ അത് ആർക്കെതിരാണ്? ആരുടെ തെറ്റുകൊണ്ടാണ്? സർക്കാരിന് പറ്റിയ തെറ്റാണോ അതോ പ്രതിപക്ഷത്തെ കൗൺസിലേഴ്സിന് പറ്റിയ തെറ്റാണോ? ആർക്കെതിരെയാണെന്ന് കൂടി വ്യക്തമാക്കുന്നതായിരുന്നു.